ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 6ാം ക്ലാസ്സിൻ്റെ മസായിലുൽ ഫിഖ് ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലുള്ള 6ാം ക്ലാസ്സിൻ്റെ മസായിലുൽ ഫിഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ജനറൽ മദ്രസയുടെയും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുത്താവുന്ന മസായിലുൽ ഫിഖിലെ അദ്ദർസ് ഹാമിസ് 5ാമത്തെ പാഠം. ഇന്നമാ സദഖാത്തു ലിൽ ഫുഖറാഇ, തീർച്ചയായും സക്കാത്ത് നൽകേണ്ടത് ഫക്കീർമാർക്കാണ്. നമുക്ക് പാഠം മനസ്സിലാക്കാം, വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് പാഠഭാഗം വായിക്കുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്കൊന്ന് വായിക്കാം. എന്താണ്? ഇന്ന് റബീഉൽ അവ്വൽ 5, കഴിഞ്ഞ വർഷം കച്ചവടം തുടങ്ങിയ ദിവസമാണ്. കടയിലെ സാധനങ്ങളുടെ വില കണക്കാക്കണം, അതിൻ്റെ സക്കാത്ത് നൽകണം. സംസാരിച്ചു കൊണ്ട് ഉപ്പ വേഗത്തിൽ നടന്നു. ഇന്ന് തന്നെ കൊടുക്കേണ്ടതുണ്ടോ? ഇസ്മായിൽ ചോദിച്ചു. ഉപ്പ: അതെ, സക്കാത്ത് മറ്റുള്ളവരുടെ അവകാശമാണ്, അത് പിന്തിക്കാൻ പാടില്ല. ഇസ്മായിൽ: സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഗുണം? ഉപ്പ: നമുക്ക് പരലോകത്ത് വലിയ ഗുണം കിട്ടും. പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയുണ്ട്: സക്കാത്ത് നൽകുന്നവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണ്. അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം നരകത്തിൽ ചുട്ടുപഴുപ്പിക്കും. അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകുകളിലും അതുകൊണ്ട് ചൂടാക്കപ്പെടും. അപ്പോൾ സക്കാത്ത് നൽകുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ട്. അത് അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ചാൽ എന്താണ്? നരകത്തിൽ അത് ചുട്ടുപഴുപ്പിക്കും. എന്നിട്ട് അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകുകളിലും അതുകൊണ്ട് ചൂടാക്കപ്പെടും. അപ്പോൾ ഇസ്മായിൽ: എല്ലാ സമ്പത്തിനും സക്കാത്ത് നൽകേണ്ടതുണ്ടോ? ഉപ്പയോട് ഇസ്മായിൽ ചോദിക്കുകയാണ്, എല്ലാ സമ്പത്തിനും സക്കാത്ത് നൽകേണ്ടതുണ്ടോ? ഉപ്പ: സ്വർണം, വെള്ളി, ഭക്ഷ്യധാന്യം, ഈത്തപ്പഴം, മുന്തിരി, ആട്, മാട്, ഒട്ടകം എന്നിവയാണ് സക്കാത്ത് നിർബന്ധമാകുന്നവ. അവ നിസാബെത്തിയാൽ സക്കാത്ത് നൽകണം. അപ്പോൾ സ്വർണം, വെള്ളി, ഭക്ഷ്യധാന്യം, ഈത്തപ്പഴം, മുന്തിരി, ആട്, മാട്, ഒട്ടകം, ഇങ്ങനെ 8 വസ്തുക്കളിലാണ് സക്കാത്ത് നിർബന്ധമുള്ളത്. 8 ഇനം വസ്തുക്കളിൽ സക്കാത്ത് നിർബന്ധമാണ്. അവ നിസാബെത്തിയാൽ സക്കാത്ത് നൽകണം. അവ നിസാബ് എന്ന് പറഞ്ഞാൽ സക്കാത്ത് നൽകേണ്ട അളവാണ് നിസാബ്. അപ്പോൾ അത് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ വെള്ളി എന്നുള്ളവർക്ക് 1 എന്ന് നൽകിയാണ്. അതെന്താണ്? ഇവിടെ താഴെ ഉണ്ട് 1 എന്ന് പറഞ്ഞാൽ അവിടെ സ്വർണം, വെള്ളി എന്നിവയുടെ സ്ഥാനത്താണ് കറൻസി. അതായത് നമ്മൾ പൈസ, പണം, അതിനും സക്കാത്ത് നൽകേണ്ടത് സ്വർണം, വെള്ളി എന്നിവയുടെ അളവ് അനുസരിച്ചാണ്. അതിൻ്റെ സ്ഥാനത്താണ് കറൻസിയും. സ്വർണം, വെള്ളി എന്നിവയുടെ സ്ഥാനത്താണ് പണവും. അപ്പോൾ അതിനും സക്കാത്ത് നൽകണം എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ ഇസ്മായിൽ ചോദിക്കുകയാണ്, എന്താണ് നിസാബ്? എന്താണ് നിസാബ്? ഉപ്പ പറയാണ്, അടയാളപ്പെടുത്തണേ, സക്കാത്ത് നിർബന്ധമാകുന്ന കുറഞ്ഞ പരിധിയാണ് നിസാബ്. വിട്ടഭാഗം പൂരിപ്പിക്കാനൊക്കെ വരാം. സക്കാത്ത് നിർബന്ധമാകുന്ന കുറഞ്ഞ പരിധിയാണ് നിസാബ്. സ്വർണം 20 മിസ്കാലും വെള്ളി 200 ദിർഹവും 1 വർഷം കൈവശം വെച്ചാൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. സ്വർണം 20 മിസ്കാലും വെള്ളി 200 ദിർഹവും 1 വർഷം കൈവശം വെച്ചാൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അപ്പോൾ സ്വർണം 20 മിസ്കാലിൻ്റെ അത്രയും കാശ്, പണം നമ്മുടെ കൈവശം ഉണ്ടെങ്കിലും അതിൻ്റെ 2.5% സക്കാത്ത് നൽകണം. അപ്പോൾ അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് വെള്ളി 200 ദിർഹത്തിൻ്റെ കാശ് നമ്മളെ കൈവശം ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ നിസാബ് സ്വർണത്തിൻ്റെത് 20 മിസ്കാലും വെള്ളിയുടേത് 200 ദിർഹവും. ഈ മിസ്കാലും ദിർഹം എന്താണെന്ന് ഇനി താഴെ പറയും, നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഹലാലായ ആഭരണത്തിന് സക്കാത്തില്ല. നമ്മൾ ധരിക്കൽ ഹലാലായത്, നമ്മൾ സമ്പാദ്യമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ വാങ്ങുന്ന സ്വർണ്ണമല്ലാതെ നമ്മൾ അണിയാൻ വാങ്ങുന്ന കാതിൽ, കൈമിലൊക്കെ ഇടുന്ന സ്ത്രീകൾ ഇടുന്ന ആഭരണങ്ങളുണ്ടല്ലോ, അത് ഹലാലായ ആഭരണത്തിന് സക്കാത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കണം. സക്കാത്തില്ലാത്തത് ഹലാലായ ആഭരണത്തിനാണ്. അണ്ടർലൈൻ ചെയ്തേക്കണം കേട്ടോ. ഇസ്മായിൽ: എന്താണ് മിസ്കാലും ദിർഹവും? നമ്മൾ 20 മിസ്കാല് 200 ദിർഹം എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് ഇസ്മായിൽ ഉപ്പയോട് ചോദിക്കുകയാണ്. ഉപ്പ പറയുകയാണെന്ത്? 20 മിസ്കാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 85 ഗ്രാമാണ്. 85 ഗ്രാം തൂക്കമാണ്. 20 മിസ്കാൽ എന്ന് പറയുന്നത് 85 ഗ്രാമാണ്. 200 ദിർഹം എന്ന് പറഞ്ഞത് 595 ഗ്രാമും തൂക്കമാണ്. അപ്പോൾ 20 മിസ്കാല് ഏകദേശം 85 ഗ്രാം തൂക്കവും 200 ദിർഹം 595 ഗ്രാം തൂക്കവുമാണ്. മനസ്സിലാക്കാം. ഇസ്മായിൽ: കച്ചവടത്തിൻ്റെ നിസാബ് എത്രയാണ്? അതായത് നമ്മളൊരു കട, അവിടെയുള്ള കച്ചവടത്തിൻ്റെ സാധനത്തിൻ്റെ നിസാബ് എത്രയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉപ്പ പറയുകയാണ്, എന്താണ്? വെള്ളിയുടെ നിസാബാണ് കച്ചവടത്തിൻ്റെ നിസാബ്.
കച്ചവടത്തിൻ്റെ നിസാബാണെന്ത്? വെള്ളിയുടെ നിസാബ്. നമ്മൾ വെള്ളിയുടെ 200 ദിർഹം പറഞ്ഞില്ലേ? ആ 200 ദിർഹത്തിൻ്റെ വില എത്രയാണോ ആ വിലയുടെ സാധനം ഒരു കടയിലുണ്ടെങ്കിൽ ആ സാധനത്തിന് എന്താണ്? സക്കാത്ത് കൊടുക്കണം. അതാണ് വെള്ളിയുടെ നിസാബാണ് കച്ചവടത്തിൻ്റെ നിസാബ്. വർഷം തികയുമ്പോൾ 595 ഗ്രാം വെള്ളിയുടെ വിലയോ അതിൽ കൂടുതലോ ഉള്ള കച്ചവട സാധനങ്ങളുണ്ടെങ്കിൽ വിലയുടെ 2.5% സക്കാത്ത് കൊടുക്കണം. ആ വെള്ളിയുടെ വിലയോ അതിൽ കൂടുതലോ കച്ചവട സാധനങ്ങൾ ഒരു കടയിലുണ്ടെങ്കിൽ ആ സാധനത്തിൻ്റെ 2.5%, ആ വിലയുടെ 2.5% സക്കാത്ത് കൊടുക്കണം. അപ്പോൾ അത് മനസ്സിലാക്കാം കേട്ടോ. ഇസ്മായിൽ, എളാപ്പക്ക് ഫർണിച്ചർ കച്ചവടമാണല്ലോ, അതിന് സക്കാത്തുണ്ടോ? ഉപ്പ, എല്ലാ കച്ചവടത്തിനും സക്കാത്തുണ്ട്. അതായത് എന്ത് കച്ചവടമായാലും ഈ വെള്ളിയുടെ നിസാബ്, ആ അളവ് വിലയോ അതിൻ്റെ കൂടുതലോ ഉള്ള സാധനത്തിന് അതിൻ്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഇസ്മായിൽ, ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടത് ആർക്കാണ്? ഉപ്പ. സക്കാത്തിന് പ്രത്യേക അവകാശികളുണ്ട്. സക്കാത്തിന് പ്രത്യേക അവകാശികൾക്കുണ്ട്. അവർക്ക് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ. ആരൊക്കെയാണ് അവകാശികൾ? അടയാളപ്പെടുത്തണേ. ഫക്കീർ, മിസ്കീന്, കടമുള്ളവൻ, യാത്രക്കാരൻ, പുതുവിശ്വാസി, മോചനപത്രം എഴുതിയ അടിമ, യോദ്ധാവ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ എന്നിവരാണ് ആ അവകാശികൾ. ഫക്കീർ, മിസ്കീന്, കടമുള്ളവൻ, യാത്രക്കാരൻ, പുതുവിശ്വാസി, മോചനപത്രം എഴുതിയ അടിമ, യോദ്ധാവ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ, ഇവരാണ് സക്കാത്തിൻ്റെ അവകാശികൾ. 8 അവകാശികളുണ്ട്. 8 വസ്തുക്കൾക്ക് സക്കാത്ത് നിർബന്ധമാണ്. അതുപോലെ 8 അവകാശികളാണ് സക്കാത്തിനുള്ളത്. ഫക്കീറും മിസ്കീനൊക്കെ അറിയാലോ അല്ലേ? നമ്മുടെ നെക്രവനഫം ഭാഗത്തുണ്ടാവും, അവിടെ നോക്കിയാൽ മതി. ഇതൊക്കെ കേട്ടോ മനസ്സിലാക്കാം. ഇനിയാ വാക്കീമുസ്സലാത്ത വആത്തു സക്കാത്ത, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുത്തു വീട്ടുക. നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുത്തു വീട്ടുക. വാക്കീമുസ്സലാത്ത വആത്തു സക്കാത്ത്. നമ്മൾ പറഞ്ഞു മിസ്കീൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ, ഫക്കീർ എന്ന ദരിദ്രന്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള വേർഡ്സുകളെ. പുതുവിശ്വാസി എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഇസ്ലാമിൽ ചേർന്ന അവർ. സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കാൻ നിയോഗിക്കുന്ന ഓരോ പ്രവർത്തകരുണ്ടാവും, സക്കാത്ത് കൊടുക്കാനൊക്കെ ഏൽപ്പിക്കുന്നവർ. അവരാണ് സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒക്കെ മനസ്സിലാക്കാൻ നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. നംലോൽ ഫറാ വിട്ടഭാഗം പൂരിപ്പിക്കാനാണ്. സ്വർണത്തിൻ്റെ നിസാബ് ഡാഷ് ഗ്രാമാണ്. എത്ര ഗ്രാമായിരുന്നു? 85 ഗ്രാം. സ്വർണത്തിൻ്റെ നിസാബ് 85 ഗ്രാമാണ്. 85 ഗ്രാം. അടുത്തതോ വെള്ളിയുടെ നിസാബ്. വെള്ളിയുടെ നിസാബ് ഡാഷ് ഗ്രാമാണ്. ഇവിടെ ഗ്രാമാണ് ചോദിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കണം. 595 ഗ്രാം. വെള്ളിയുടെ നിസാബ് 595 ഗ്രാം. നമ്മൾ ദിർഹം 200 ദിർഹം, പിന്നെ മിസ്കാല് 20 മിസ്കാല് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രാം ചോദിച്ചുകൊണ്ട് 85 ഗ്രാമും 595 ഗ്രാമും മനസ്സിലാക്കണം കേട്ടോ. ഇനി 1,00,000 രൂപ ഒരു വർഷം കൈവശം വെച്ചവൻ ഡാഷ് രൂപ സക്കാത്ത് നൽകണം. അതിൻ്റെ 2.5%, അതായത് 1,00,000-ൻ്റെ 2,500 രൂപ. 1,00,000-ന് 2,500 രൂപ സക്കാത്ത് നൽകണം. അപ്പോൾ അത് മനസ്സിലാക്കട്ടെ. 1,00,000-ന് 2.5%, അതായത് 2,500 രൂപ സക്കാത്ത് നൽകണം. അടുത്തതാ നിസാബ് എത്തിയ സ്വർണം, വെള്ളി എന്നിവക്ക് ഡാഷ് ശതമാനം സക്കാത്ത് നൽകണം. നിസാബ് എത്തിയ സ്വർണം, വെള്ളി എന്നിവക്ക് അതിൻ്റെ 2.5%, 2.5% സക്കാത്ത് നൽകേണ്ടതാണ്. 2.5%. അടുത്തതാ ഹലാലായ ആഭരണത്തിന് സക്കാത്തില്ല. ഹലാലായ ആഭരണത്തിന് സക്കാത്തില്ല. ഓക്കെ. ഇനിയാ കച്ചവടത്തിൻ്റെ നിസാബ് എന്താണ്? കച്ചവടത്തിൻ്റെ നിസാബ് വെള്ളിയുടെ നിസാബാണ്. കച്ചവടത്തിൻ്റെ നിസാബ് വെള്ളിയുടെ നിസാബാണ്. അടുത്തത് അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം എന്താണ്? നരകത്തിൽ ചുട്ടുപഴിപ്പിക്കും. നമുക്ക് ആദ്യത്തെ ആ ബോക്സിൽ പറഞ്ഞതാണ് അല്ലേ, പാഠഭാഗത്തിൻ്റെ. അപ്പോൾ അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം എന്ന് ഇവിടെ എഴുതാം. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഇവിടെ അവസാനത്തിൽ എഴുതിയൊരു ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അത് നോക്കിയിട്ട് വൃത്തിയിൽ എഴുതുക. പാഠഭാഗത്തിൽ ഇതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. ഇനി എന്താണ്? നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. സക്കാത്തിൻ്റെ അവകാശികൾ ആരെല്ലാം? 8 അവകാശികൾ നമ്മൾ പറഞ്ഞില്ലേ? ആരൊക്കെയാണ്? ഫക്കീർ, മിസ്കീന്, കടമുള്ളവൻ, യാത്രക്കാരൻ, പുതുവിശ്വാസി, മോചനപത്രം എഴുതിയ അടിമ, യോദ്ധാവ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ.
ഇങ്ങനെ 8 അവകാശികൾ അത് അവിടേക്ക് എഴുതട്ടോ. അടുത്തത് ഏതെല്ലാം സമ്പത്തിനാണ് സക്കാത്ത് നൽകേണ്ടത്? ഏതെല്ലാം സമ്പത്തിനാണ് സക്കാത്ത് നൽകേണ്ടത്? സ്വർണം, വെള്ളി, ഭക്ഷ്യധാന്യം, ഈത്തപ്പഴം, മുന്തിരി, ആട്, മാട്, ഒട്ടകം എന്നിവക്കാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. അത് അവിടേക്ക് എഴുതാം. 8 വസ്തുക്കളാണ്. അടുത്തത് സക്കാത്ത് നൽകാത്തവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? ഈ ബോക്സിലാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അവകാശികൾക്ക് നൽകാതെ സൂക്ഷിച്ച ധനം നരകത്തിൽ ചുട്ടുപഴുപ്പിക്കും. അവരുടെ നെറ്റിയിലും പാർശ്വഭാഗങ്ങളിലും മുതുകുകളിലും അതുകൊണ്ട് ചൂടാക്കപ്പെടും. ഇതാണ് സക്കാത്ത് നൽകാത്തവരെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത്. മനസ്സിലാക്കിയിട്ട് എഴുതുക കേട്ടോ. സക്കാത്ത് നൽകുന്നവന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? ഇവിടെ പറയുന്നുണ്ട്, പരലോകത്ത് വലിയ ഗുണം കിട്ടും. സക്കാത്ത് നൽകുന്നവർക്ക് പരലോകത്ത് വലിയ ഗുണം കിട്ടും. സക്കാത്ത് നൽകുന്നവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണ്. സക്കാത്ത് നൽകുന്നവർ ഇരട്ടി സമ്പാദിക്കുന്നവരാണ്. ഇത് അവിടെയൊക്കെ എഴുതാം. ഇനി 5-മത് എന്താണ്? ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിൽ മാത്രമുള്ള അവകാശി ആരാണ്? ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ, അവരാണ് സക്കാത്തിൻ്റെ അവകാശികൾ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതാം. അപ്പോൾ ഞാനത് ഇവിടെ എഴുതി പോസ്റ്റ് ചെയ്യാം കേട്ടോ. അടുത്ത നക്തുബാണ്, പകർത്താനാണ്. സക്കാത്ത്, ഉലായിക്ക, കച്ചവടം, സമ്പാദ്യം എന്നൊക്കെ ഇവിടേക്ക് പകർത്തി എഴുതുക. അതിൻ്റെ ബാക്കി ഇപ്പറുണ്ട്. എന്താണ്? മൊളോയിഫൂൻ, നിസാബുൻ, റബിഉൽ അവ്വൽ, ആരിമോ, കൈവശം, ശതമാനം, ഉദ്യോഗസ്ഥൻ, യോദ്ധാവ്, ഇതൊക്കെ പകർത്തി എഴുതുക. അത്രയേ ഉള്ളൂ ഇതിൽ വരുന്ന വർക്കുകൾ. അപ്പോൾ ഇത്രയാണ് പാഠഭാഗത്തിൽ മനസ്സിലാക്കേണ്ടത്. എന്താണ് നിസാബ് എന്നൊക്കെ നന്നായി മനസ്സിലാക്കുക. വെള്ളിയുടെ നിസാബ് എത്ര? സ്വർണം, വെള്ളി എന്നിവയുടെ സ്ഥാനത്ത് തന്നെയാണ് കറൻസി. പിന്നെ ദിർഹവും മിസ്കാലും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയാണ് പാഠഭാഗം മനസ്സിലാക്കേണ്ടത്. നമുക്ക് അടുത്ത പാഠവും അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.